കെ ഫോൺ പദ്ധതിയിൽ അഴിമതി ആരോപിച്ചും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. രാവിലെ 10:15 ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ, ശ്യാംകുമാർ ബി എം എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുന്നത്. കെ ഫോൺ പദ്ധതിയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഹർജിക്കാരനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാമ, വി ഡി സതീശൻ ആവർത്തിച്ച് ആരോപിക്കുന്ന കാര്യം തന്നെയാണ്, വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ് ഈ കെ ഫോൺ പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ചുള്ള കാര്യം. എത്രത്തോളം നിർണായകമാണ്? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംബന്ധിച്ചും അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചും നിർണായകമായ 2 കേസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കേസിലെ വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവിടുന്നത്. അത് കെ ഫോണുമായി ബന്ധപ്പെട്ടതാണ്. 2019 കെ ഫോൺ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത്. സംസ്ഥാനമെമ്പാടും ഇന്റർനെറ്റ് സേവനദാതാക്കളായി മാറുക, അല്ലെങ്കിൽ അത്തരമൊരു സേവനം ഉൾപ്പെടെയുള്ളവ നൽകുക, എല്ലാം ഈ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം ഓൺലൈൻ സേവനങ്ങളും കെ ഫോണിലേക്ക് മാറുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യവും. ആ പദ്ധതിയിൽ അഴിമതിയുണ്ട്, ക്രമക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലായിരുന്നു പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഇതിൽ ഈ പദ്ധതി നടത്തിപ്പിനുള്ള കരാറുകൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് നൽകിയത്, അല്ലെങ്കിൽ അത്തരം കമ്പനികൾക്കാണ് നൽകിയതെന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, കെ ഫോൺ പദ്ധതിയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് എന്നുമായിരുന്നു വി ഡി സതീശന്റെ ആരോപണം. ഒപ്പം ഈ കേസിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും വി ഡി സതീശൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇതിൽ അഴിമതിയില്ല, ക്രമക്കേടില്ല, ഇത് സുതാര്യമായാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കും നടക്കമുള്ള കാര്യങ്ങളായിരുന്നു സർക്കാർ വാദത്തിനിടെ പറഞ്ഞതും. ഇതിൽ പ്രധാനമായും കെ ഫോൺ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കോടതിയുടെ മുന്നിൽ പരിഗണനാ വിഷയമായി ഉണ്ടായിരുന്നതും. ഇതിൽ 2 തവണയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൈക്കോടതിയിൽ നിന്നും വിമർശനം ഏൽക്കേണ്ടി വന്നത്. ഇത് പൊതുതാൽപര്യ ഹർജിയാണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ഹർജിയാണോ എന്നൊരു ആദ്യം ഹൈക്കോടതിയിൽ നിന്ന് വിമർശനമുണ്ടായി. രണ്ടാമത്തേത് വി ഡി സതീശൻ തന്നെ നൽകിയ സത്യവാങ്മൂലത്തിലെ ഒരു പിഴവാണ്. അത് ലോകായുക്തയെ